നെതന്യാഹുവിനെതിരെ യുദ്ധത്തിന് ട്രംപ്. ഇസ്രായേൽ ചതിച്ചെന്ന് അമേരിക്ക. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയ ട്രംപ് ചെന്നുപെട്ടത് വലിയ ഒരു ഊരാക്കുടുക്കിലായിരുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ നിന്നും തലയുരുവാൻ പാടുപെടുന്ന ട്രംപിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ 5 ദിവസത്തെ വെടിനിർത്തൽ സംവിധാനത്തിലേക്ക് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ നിന്നും തലയുരാൻ ശ്രമിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകേട്ട് ഇറാനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ട്രംപ് ഇറങ്ങിത്തിരിച്ചതോടെയാണ് ആഗോള സാമ്പത്തിക രംഗം തകർന്നടിയുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വന്നത്. ഒടുവിൽ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചാൽ മതിയെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ്. ഇറാനെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റുകയാണ് ഉണ്ടായത്. ഇറാനെതിരായിട്ടുള്ള ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഫോണിൽ സംസാരിച്ചതാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധം ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നെതന്യാഹു ട്രംപിനെ ബോധ്യപ്പെടുത്തിയതായിട്ടാണ് റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്.